ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇഗ്നോയുടെ ഭാഗത്ത് നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇഗ്നോ പ്രോഗ്രാംസ് റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു റീ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 15th ആണ് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് റീ രജിസ്ട്രേഷൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് റീ രജിസ്ട്രേഷൻ എന്ന് നോക്കാം. ഇഗ്നോയിൽ ഇയർലി അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് നമ്മുടെ കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർക്ക് നെക്സ്റ്റ് സെമ്മിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുന്നതിനോ ഉള്ള ഒരു രജിസ്ട്രേഷൻ ആണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ 2024 ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഇയർലി ബേസ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സെം വൈസ് ആണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തത് എങ്കിൽ നെക്സ്റ്റ് സെമ്മിലോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിലും നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതായത് ഒരു സെക്കൻഡ് അഡ്മിഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇയർലി 2 തവണയാണ് റീ രജിസ്ട്രേഷൻ നടക്കുന്നത്. നമ്മുടെ അഡ്മിഷൻ പോലെ 2 തവണ തന്നെയായിട്ടാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതായത് ഈ ഒരു ഡിസംബർ ജാനുവരി സെഷനിലും അതുപോലെ തന്നെ ജൂൺ ജൂലൈ ടൈമിലാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടാവുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെ ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യാം. ഒരു സെമ്മിൽ നിന്നും അടുത്ത സെമ്മിലേക്ക് പോകാനും ഇയറിൽ നിന്നും ഫസ്റ്റ് ഇയറിൽ നിന്നും സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിലും ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഓൺലൈൻ സപ്പോർട്ടും അക്കാഡമിക് സപ്പോർട്ടൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷത്തെ റീ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ എക്സാമിന് എലിജിബിൾ ആവണമെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസംബറിലായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു എക്സാം എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആവണമെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. നിങ്ങൾ സെമസ്റ്ററിലാണെങ്കിൽ നിങ്ങൾ ഇനി ജൂണിൽ നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈം തന്നെ നിങ്ങൾ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജൂണിൽ ഇനി എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് കോഴ്സ് ആണെങ്കിലും UG ആണെങ്കിലും PG ആണെങ്കിലും അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇഗ്നോയുടെ ഏത് കോഴ്സ് ആണെങ്കിലും നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് മുൻപോട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു 2024 മുമ്പ് അഡ്മിഷൻ എടുത്തവർക്കും ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എക്സാമോ അല്ലെങ്കിൽ അസൈൻമെൻറ്റോ ഒന്നും തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കും നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. UG പ്രോഗ്രാമാണ് നിങ്ങളത് എങ്കിൽ നിങ്ങൾക്ക് 3 വർഷം മുതൽ മിനിമം 3 വർഷം മുതൽ മാക്സിമം 6 വർഷം വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾ അതത് സമയത്ത്, അതായത് 3 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. PG ആണെങ്കിൽ മിനിമം 2 വർഷവും മാക്സിമം 4 വർഷവുമാണ് നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ തന്നെ പ്രാക്ടിക്കൽ, ഇന്റേൺഷിപ്പ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതത് സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊക്കെ ഈ ഒരു പ്രാക്ടിക്കൽ അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ക്ലാസ് തന്ന് അതിൻ്റെ എക്സാമൊക്കെ നടത്തി വാലിഡേഷൻ ചെയ്യാന്ന് പറയുന്നത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് റീ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഫീസാണ്. ഫീസ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സിനും ഓരോ വിധത്തിലായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള അതേ ഫീസ് തന്നെയാണ് അധികവും സെക്കൻഡ് ഇയറിലോട്ടും വരുന്നത്. നിങ്ങളുടെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയാണ് എന്നുള്ളത്.
ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകാം. അതായത് www.igno.ac.in എന്നാണ് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ അനൗൺസ്മെന്റ് എന്നുള്ള ഭാഗത്ത് സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു അനൗൺസ്മെന്റിൽ കാണാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് അനൗൺസ്മെന്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി നോക്കേണ്ടത് ഇവിടെ അഡ്മിഷൻ എന്നുള്ള ഭാഗം നോക്കുക. ഇവിടെ അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് താഴെയായിട്ട് കാണാം റീ രജിസ്ട്രേഷൻ എന്ന് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ നമ്മുടെ റീ രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കാണാം റീ രജിസ്ട്രേഷൻ ഫോർ ജാനുവരി 2025 സെഷൻ എന്ന് കാണാം. അതിൻ്റെ താഴെയായിട്ട് കാണാം റീ രജിസ്ട്രേഷൻ ഫോർ ജാനുവരി 2025 സെഷൻ ഹാസ് ബീൻ സ്റ്റാർട്ടഡ്. ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ 15th January 2025 എന്ന് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2025 സെഷൻ എന്നുകൊണ്ട് പറയുന്നത് 2024 ഇയർലി വൈസ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ 2024 ജൂലൈയിൽ സെമസ്റ്റർ വൈസ് അഡ്മിഷൻ എടുത്ത ആൾക്കാർക്കുമാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് ദിസ് പോർട്ടൽ ഈസ് ഓപ്പൺ ഫോർ ബോത്ത് ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഈ ഒരു റീ രജിസ്ട്രേഷൻ പോർട്ടൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റുഡൻറ് പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി. നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിലും ID ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ നോക്കാം. അതിൽ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം വേണം നിങ്ങളുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. നിങ്ങൾ ഒരു തവണ ചൂസ് ചെയ്ത് രണ്ടാമത് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതിൽ നിങ്ങൾക്ക് പണവും നഷ്ടമാകാം, അതുപോലെ തന്നെ നിങ്ങളുടെ സമയവും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് ആദ്യം തന്നെ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ OTP അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ നിങ്ങളുടെ OTP ആരുമായിട്ട് പങ്കുവെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് UPI ആയിട്ടും ഭീം ആപ്പൊക്കെ ഉപയോഗിച്ച് പണമടക്കാവുന്നതാണ്. ഇനി നാലാമതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ഇൻസ്ട്രക്ഷൻ നോക്കാം. അതിൽ പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്തു, അത് ഏതെങ്കിലും ഒരു കാരണവശാൽ അതിന്റെ അപ്ഡേറ്റുകളൊന്നും വന്നില്ല എങ്കിൽ നിങ്ങൾ രണ്ടാമത് ഒരു പേയ്മെന്റ് ചെയ്യാതിരിക്കുക. ഒരു 24 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ കാത്തിരിക്കുക. എന്നിട്ട് മാത്രം തീരുമാനിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. രണ്ടാമത്തെ നോക്കാം. അതിൽ പറയുന്നത് നിങ്ങൾ ഒരു കോഴ്സിന് തന്നെ 2 പ്രാവശ്യം നിങ്ങളുടെ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഒരു തവണയുള്ളത് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് റീഫണ്ട് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത് റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നിങ്ങളൊരു തേർഡ് പാർട്ടിയെ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കഫേയിൽ പോയിട്ടോ അല്ലെങ്കിൽ അക്ഷയയിൽ പോയിട്ടോ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ കോഴ്സ് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിന് പേയ്മെന്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻ ആണ് ഇഗ്നോ പറയുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം I have read and understand the instruction given എന്നിട്ട് അവിടെ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു റീ രജിസ്ട്രേഷൻ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് സ്റ്റുഡൻറ് പോർട്ടൽ ഒന്നിക്കൽ ഫില്ല് ചെയ്യാനുള്ളത്. അതല്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫില്ല് ചെയ്ത ആൾക്കാരാണെങ്കിൽ അതൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മുകൾ ഭാഗത്തുള്ള ഭാഗമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് അവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടൽ ഓപ്പൺ ചെയ്യാം. അതല്ല നിങ്ങൾ പുതുതായിട്ട് തുടങ്ങുന്നതാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരിക. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, നെയിം ID കാർഡിൽ കൊടുത്തിട്ടുള്ള നെയിം സെലക്ട് ചെയ്യുക, നിങ്ങളുടെ എൻറോൾമെൻറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ക്യാപ്ച സെലക്ട് ചെയ്യുക. ആ ക്യാപ്ച നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവിടെ ആ ഒരു ക്യാപ്ചൻ്റെ അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അവിടെ വേറെ ക്യാപ്ചകളായിട്ട് വരും. അപ്പോൾ അതൊന്നും കൊടുത്തു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത്.
നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ ഇവിടെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്യാപ്ചയും കൂടി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നുപോയാണെങ്കിൽ റീസെറ്റ് പാസ്വേഡ് ഉണ്ട്, അവിടെ റീസെറ്റ് പാസ്വേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷനുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.